ഹായ്, ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. കേരളത്തിലെ നദികളെക്കുറിച്ച് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഓരോ നദികളെയും കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് വരച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് പറയും. ദെൻ അതിനുശേഷം ഓരോ നദികളെക്കുറിച്ചും നമുക്ക് ഡയഗ്രം വെച്ചിട്ട് പഠിക്കാം. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും കേരളത്തിലെ നദികൾ നമ്മൾ മറക്കില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ നിലവിൽ ക്ലാസ് കാണുന്നവർക്ക് ഇതിൻ്റെ PDF, ഓക്കെ, അതായത് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് 98 46 24 33 84. ഓക്കെ, ഈ നമ്പറിൽ വാട്സപ്പിൽ ഒന്ന് PDF എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഈ ക്ലാസ്സിന്റെ PDF കിട്ടും. അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതിന്റെ PDF മോക്ക് ടെസ്റ്റും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ സെഷൻ കൊണ്ട് കേരളത്തിലെ നദികൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 3 ക്ലാസ്സുകളായിട്ടായിരിക്കും കേരളത്തിലെ നദികൾ, 3 സെഷൻ ആയിട്ടായിരിക്കും കേരളത്തിലെ നദികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോരോ പോയിന്റുകളായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം ഇന്നത്തെ സെഷനിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, ദെൻ പെരിയാർ നദി, ഭാരതപ്പുഴ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ഡേ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്ത സെഷനിൽ ബാക്കിയുള്ള ഓരോരോ നദികളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പക്ക ബേസിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മൾ ഏതായാലും പഠിക്കുവാണല്ലോ. അപ്പൊ പക്ക ബേസിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ആദ്യം തന്നെ കേരളത്തിൽ എത്ര നദികൾ ഉണ്ട് എന്നാണ് എല്ലാവർക്കും അറിയാലോ. കേരളത്തിൽ എത്ര നദികളാണ് കേരളത്തിലുള്ളത്? കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട് അല്ലെ. കേരളത്തിൽ ആകെ എത്ര നദികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആകെ 44 നദികളാണ് കേരളത്തിലുള്ളത്. എല്ലാവർക്കും അറിയാം. അതില് കേരളത്തിലുള്ള നദികളെ നമ്മൾ ഈ 44 നദികളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എന്നും അതുപോലെ തന്നെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്നും അല്ലെ. അപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളുണ്ട് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളാണ്? 41 നദികളാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 41 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുള്ളത്. ദെൻ കിഴക്കോട്ട് ഒഴുകുന്ന നദികളോ എത്ര എണ്ണമാണ്? 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്ന നദികളുമാണ്. അപ്പൊ കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. അതിൽ പടിഞ്ഞാറ് ഒഴുകുന്നത് 41ഉം കിഴക്കോട്ട് ഒഴുകുന്നത് 3 എണ്ണമാണ്. കേരളത്തിലെ നദികളുടെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്കൊരു സ്ഥലം പറയാൻ പറ്റും. ഏതാണ്? കേരളത്തിലെ ഇപ്പൊ നമുക്കറിയാം ഓരോ നദികൾക്കും ഓരോ ഉത്ഭവസ്ഥാനം ഉണ്ട്. ഇപ്പൊ ഭാരതപ്പുഴ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആനമല കുന്നുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതെടുക്കുകയാണെങ്കിൽ, ചാലിയാർ എടുക്കുകയാണെങ്കിൽ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. അങ്ങനെയുണ്ട്. എന്നാലും കോമൺ ആയിട്ട് നമുക്കൊരു ഉത്ഭവസ്ഥലം പറയാൻ പറ്റും. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ്. ഓക്കെ, എവിടെ നിന്നാണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുമാണ് കേരളത്തിലെ നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് നദികളെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് മൊത്തത്തിലുള്ള കണക്ക് ഇന്ത്യയിലായിക്കോട്ടെ, ഇന്ത്യയിൽ നദികളെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നറിയോ? നദികളെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. മേജർ റിവേഴ്സ്, മീഡിയം റിവേഴ്സ്, അതുപോലെ തന്നെ മൈനർ റിവേഴ്സ്. ഇങ്ങനെയാണ് നദികളുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നദികളുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്? മേജർ റിവേഴ്സ്, മീഡിയം റിവേഴ്സ്, മൈനർ റിവേഴ്സ്, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതിൽ കേരളത്തിൽ എത്ര മേജർ റിവറുകൾ ഉണ്ട്? കേരളത്തിലെ മേജർ റിവറുകളുടെ എണ്ണം ചോദിച്ചാൽ 0 ആണ്. കേരളത്തിൽ ഒരൊറ്റ മേജർ റിവർ പോലും കേരളത്തിലില്ല. അപ്പൊ മീഡിയം റിവേഴ്സോ? കേരളത്തിൽ എത്ര മീഡിയം റിവേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മീഡിയം റിവേഴ്സ് 4 എണ്ണമാണ് കേരളത്തിലുള്ളത്. മീഡിയം സൈസിലുള്ള 4 നദികളുണ്ട്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ 4 നദികളും. ദെൻ ബാക്കി വരുന്ന 40 എണ്ണവും കേരളത്തിലെ എന്താണ്? മൈനർ റിവേഴ്സ് ആണ്. അപ്പൊ കേരളത്തിലെ നദികളെ നമ്മൾ ഇന്ത്യയിലുള്ള നദികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ മേജർ, മീഡിയം, മൈനർ എന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ കേരളത്തിൽ മേജർ റിവേഴ്സ് ഒന്നും തന്നെയില്ല. മീഡിയം ഒരു 4 എണ്ണം ഉണ്ട്. മൈനർ റിവേഴ്സ് എത്ര എണ്ണമാണ്? 40 മൈനർ റിവേഴ്സുമാണ് എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി കേരളത്തില് 100 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത് എന്നറിയോ? 100 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള എത്ര നദികളുണ്ട് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ 11 നദികളാണ്. ഓക്കെ, 100 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 11 നദികളാണ് 100 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ളത്. ഒന്നാമത്തത് ഏത് തന്നെയാണ്? പെരിയാർ ആണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ.
2 ഭാരതപ്പുഴ നീളം 209 കിലോമീറ്റർ, 3 പമ്പ നീളം 176 കിലോമീറ്റർ, 4 ചാലിയാർ നീളം 169 കിലോമീറ്റർ, 5 ചാലക്കുടിപ്പുഴ 145.5 കിലോമീറ്റർ, 6 കടലുണ്ടിപ്പുഴ 130 കിലോമീറ്റർ. ചില പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോഴൊന്നല്ല, ഇപ്പോൾ തെറ്റൊക്കെ തിരുത്തിയിട്ടുണ്ട്. പഴയ ബുക്കുകളൊക്കെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, ഈ കടലുണ്ടിപ്പുഴയും അതുപോലെ തന്നെ എന്താണ് ചാലിയാർ ഒന്നാണ് എന്നുള്ള രീതി. തെറ്റാണ്, ചാലിയാർ വേറെയാണ്, കടലുണ്ടിപ്പുഴ വേറെയാണ്. അത് എല്ലാത്തിലും നല്ല കേട്ടോ, ചില 1-2 ബുക്കുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാ ബുക്കുകളിലും ഉണ്ട് എന്നല്ല. അപ്പോൾ ആ ബുക്ക് ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ദെൻ അച്ചൻകോവിലാർ നദി. ഓക്കെ, അച്ചൻകോവിലാർ നദിയുടെ നീളം എത്രയാണ്? 128 കിലോമീറ്റർ ആണ്. ദെൻ കല്ലട നദിയുടെ നീളം എത്രയാണ്? 121 കിലോമീറ്റർ ആണ്. ദെൻ മൂവാറ്റുപുഴയുടെ നീളം എത്രയാണ്? 121 തന്നെയാണ്. അപ്പൊ കല്ലടയും മൂവാറ്റുപുഴയും ഒരേ നീളമാണ്, 121 കിലോമീറ്റർ ആണുള്ളത്. ദെൻ വളപ്പട്ടണം പുഴയുടെ നീളം 110 കിലോമീറ്റർ. ദെൻ ചന്ദ്രഗിരി പുഴയുടെ നീളം എത്രയാണ്? 105 കിലോമീറ്റർ ആണ്. ഇതാണ് കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള 11 നദികൾ കേട്ടോ. അപ്പൊ ഇതില് 200 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള എത്ര നദികൾ ഉണ്ടെന്ന് ചോദിച്ചാലോ, 200 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള 2 നദികളാണ് അല്ലെ. കേരളത്തിൽ 200 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള എത്ര നദികളാണുള്ളത്? 2 നദികളാണുള്ളത്, ഒന്ന് പെരിയാറും 2 ഭാരതപ്പുഴയും. ഇനിയിപ്പോ ചോദിക്കുകയാണ്, കേരളത്തിൽ 150 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള എത്ര നദികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ 150 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള 4 നദികളാണ് കേരളത്തിൽ 150 കിലോമീറ്ററിൽ കൂടുതൽ കേട്ടോ. ഓക്കെ, 150 കിലോമീറ്റർ കൂടുതൽ ദൈർഘ്യമുള്ള എത്ര നദികളാണുള്ളത്? 4 നദികളാണുള്ളത്. ഏതൊക്കെയാണ് അത്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, കേരളത്തില് ഒരു നദിയായിട്ട് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു കൂടുതലായിട്ട് നീളമുള്ള ജലധാരയായിട്ട് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എത്ര കിലോമീറ്റർ മിനിമം നീളം വേണം? കേരളത്തില് ഒരു ജലധാരയെ നദിയായിട്ട് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മിനിമം എത്ര കിലോമീറ്റർ നീളം വേണം? യെസ്, മിനിമം 15 കിലോമീറ്റർ നീളം വേണം. അത് കേരള സർക്കാരിന്റെ ഏത് വർഷത്തെ വിജ്ഞാപന പ്രകാരമാണ് മിനിമം 15 കിലോമീറ്റർ നീളം വേണം എന്ന് പ്രഖ്യാപിച്ചത്? ഏത് വിജ്ഞാപന പ്രകാരമാണ്? 1974 കേട്ടോ. 1974 സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതലായി നീളമുള്ള ജലധാരകളെയാണ് നദികൾ ആയിട്ട് കണക്കാക്കുന്നത് കേരളത്തിൽ കേട്ടോ. അപ്പൊ കേരളത്തിൽ 1974 സർക്കാരിന്റെ വിജ്ഞാപനം അനുസരിച്ച് എത്ര കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ജലധാരകളാണ് നദികളായിട്ട് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ 15 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള ജലധാരകളെയാണ് എന്തായിട്ട് കണക്കാക്കുന്നത്? നദികളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നദി മലിനമാക്കുന്നവർക്ക് കേരളത്തിലുള്ള ശിക്ഷ എന്താ? ഏതെങ്കിലും രീതിയിൽ നദി മലിനമാക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത്, നദി മലിനമാക്കുന്നവർക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കുമെന്ന് കേരളത്തിൽ നിയമം പാസാക്കിയിട്ടുണ്ട്. ഓക്കെ, 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ഒക്കെ കേരളത്തിലെ നദികൾ മലിനമാക്കിയാൽ അതുവരെ ലഭിക്കും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നിയമം പാസാക്കിയിട്ടുണ്ട്. ഓക്കെ, ദെൻ കേരളത്തില് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് ജില്ലയിലൂടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് കാസർഗോഡാണ്. നദികളുടെ ജില്ല എന്നാണ് കാസർഗോഡ് അറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലൂടെ 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡ് അറിയപ്പെടുന്നത് നദികളുടെ ജില്ല എന്നാണ് കാസർഗോഡ് അറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാ എന്ന് ചോദിച്ചാൽ 12 നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാലോ. ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്? ഏത്? പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. അപ്പൊ ഏറ്റവും വലുത് കിട്ടി, ഏറ്റവും ചെറുത് കിട്ടി അല്ലെ. ഇനി കേരളത്തില്
കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏതാണ്? കബനിയാണ്. കിഴക്കോട്ടൊഴുകുന്നതിലെ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കബനിയാണ്. അങ്ങനെയാണെങ്കിൽ കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും വലിയ നദി കബനിയാണെങ്കിൽ കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? പാമ്പാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറ്, ഏറ്റവും ചെറുത് മഞ്ചേശ്വരം. ഈ കിഴക്കൊഴുകുന്നതിൽ കേരളത്തിലെ ഏറ്റവും വലുത് കബനി, ഏറ്റവും ചെറുത് പാമ്പാറ്. അങ്ങനെയാണെങ്കിൽ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഏതാണ്? രാമപുരം നദിയാണ്. ഓക്കെ, കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? രാമപുരം നദിയാണ്. രാമപുരം നദിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 19 കിലോമീറ്റർ ആണ് രാമപുരം നദിയുടെ നീളം കേട്ടോ. അപ്പൊ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അത് രാമപുരം പുഴയാണ്. രാമപുരം പുഴയുടെ നീളം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? 19 കിലോമീറ്റർ ആണ് രാമപുരം പുഴയുടെ നീളമായിട്ട് പറയുന്നത്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് ചോദിച്ചാലോ? തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറുതാണ് അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയുടെ നീളം എന്ന് പറയുന്നത് 17 കിലോമീറ്റർ ആണ്. ഓക്കെ, തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായിട്ട് പറയുന്നത് അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 17 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്, 244 കിലോമീറ്റർ. ഏറ്റവും ചെറുത് മഞ്ചേശ്വരം, 16 കിലോമീറ്റർ. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം നദി, 19 കിലോമീറ്റർ. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അയിരൂർ പുഴയാണ്. അയിരൂർ പുഴയുടെ നീളം വരുന്നത് എത്രയാണ്? 17 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജലധാരയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏത് നദിയാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജലധാര, ഓക്കെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജലധാരയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏത് നദിയാണ്? അതാണ് ഞാവയാർ പുഴയാണ്. ഓക്കെ, ഏതാണ്? ഞാവയാർ പുഴ. എനിക്കറിയാം മിക്ക ആളുകൾക്കും കേട്ടിട്ടുണ്ടാവില്ല ഞാവയാർ പുഴ. ഞാവയാർ പുഴ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയോ? കേരളത്തിലെ ഏറ്റവും ചെറിയ ജലധാരയായിട്ട് കണക്കാക്കപ്പെടുന്ന ഞാവയാർ പുഴ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, ഞാവയാർ പുഴ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് ഞാവയാർ പുഴയുള്ളത്. ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആനമല മലനിരകളിൽ നിന്നുമാണ്. ഓക്കെ, നമ്മുടെ ഭാരതപ്പുഴയും അതുപോലെ തന്നെ ചാലക്കുടിയാറും ഒക്കെ ഉത്ഭവിക്കുന്ന ആനമലയിൽ നിന്ന് തന്നെയാണ് ഏതിന്റെയും ഉത്ഭവം? ഈ ഞാവയാർ പുഴയുടെ ഉത്ഭവം. ഇത് എവിടെ പോയിട്ടാണ് കൂടിച്ചേരുന്നത്? ഞാവയാർ പുഴ പോയി കൂടിച്ചേരുന്നത് ചാലക്കുടി പുഴയിലാണ് ഇത് പോയി കൂടിച്ചേരുന്നത്. ഓക്കെ, ഞാവയാറിന്റെ പതനസ്ഥാനം എവിടെയാണ്? ചാലക്കുടിയാണ്. അപ്പൊ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ചാലക്കുടി പുഴയിൽ പോയി പതിക്കുന്ന നദിയാണ് ഏതാണ്? ഞാവയാർ പുഴയാണ്. ദെൻ ഞാവയാർ പുഴയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡാമാണ് ഞാവയാർ പുഴ ഡാം. ഓക്കെ, ഞാവയാർ പുഴയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡാം ഏതാണ്? ഞാവയാർ പുഴ ഡാം ആണ് ഞാവയാർ നദിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ ഈ ഡാം ഏത് പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഈ ഞാവയാർ ഡാം ഏതാണ്? പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഡാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ നീളം, ഈ നദിയുടെ നീളം എന്ന് പറയുന്നത് ഏകദേശം 20 കിലോമീറ്റർ ആണ്. കേട്ടിട്ടുണ്ടോ ഈ ഒരു നദിയെ കുറിച്ച്? മിക്കവാറും ഉണ്ടാവില്ല, ആദ്യമായിട്ടായിരിക്കും ഈ ഒരു നദിയെ കുറിച്ച് കേൾക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജലധാരയാണ് ഞാവയാർ പുഴ. പാലക്കാട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉത്ഭവം ആനമല കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഇത് പോയി ചേരുന്നത് എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ഇതിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡാമാണ് ഞാവയാർ പുഴ ഡാമാണ് ഇത്. ഈ ഡാം പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഡാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 20 കിലോമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കേരളത്തിലെ ഓരോരോ നദികളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള പെരിയാറിൽ നിന്ന് തന്നെ തുടങ്ങാം. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. ഓക്കെ, പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. എവിടെയാണ് പെരിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം? എവിടെയാണ് പെരിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം? എവിടെയാണ് പെരിയാറിന്റെ
തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത്? തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നുമാണ്. തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാർ ആലുവയിൽ എത്തുമ്പോൾ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാർ എവിടെ എത്തുമ്പോൾ? ആലുവയിൽ എത്തുമ്പോൾ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മംഗലം പുഴ എന്ന പേരിലും മറ്റൊന്ന് മാർത്താണ്ഡൻ പുഴ എന്ന പേരിലുമാണ് ഒഴുകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാർ ആലുവയിൽ എത്തുന്ന സമയത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഒന്ന് മംഗലം പുഴ എന്ന പേരിലും മറ്റൊന്ന് മാർത്താണ്ഡൻ പുഴ എന്ന പേരിലുമാണ് ഒഴുകുന്നത്. ഈ മംഗലം പുഴ നേരെ പോയി പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിലാണ്. ഇത് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നതിന് മുന്നേ നമ്മുടെ ചാലക്കുടിയാറുമായി കൂട്ടിമുട്ടുന്നുണ്ട്. അതിനുശേഷമാണ് കൊടുങ്ങല്ലൂർ കായലിൽ പോകുന്നത്. എന്തായാലും അത് നമുക്ക് ചാലക്കുടിയാർ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ആ പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ പറയാം കേട്ടോ, ചാലക്കുടിയാർ എടുക്കുന്ന സമയത്ത്. എനിവേ, മംഗലം പുഴ എവിടേക്ക് പോകുന്നു എന്ന് ഓർത്തു വെക്കുക, കൊടുങ്ങല്ലൂർ കായലിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ എന്താണ്, മാർത്താണ്ഡം പുഴ എങ്ങോട്ടും പോകുന്നു? വേമ്പനാട് കായലിലേക്ക് പോകുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ പെരിയാറിന് രണ്ട് പതനസ്ഥാനങ്ങളുണ്ട്. ഓക്കെ, പെരിയാറിന്റെ പതനസ്ഥാനങ്ങൾ അപ്പൊ എത്ര ഉണ്ട്? രണ്ട് പതനസ്ഥാനങ്ങളുണ്ട് പെരിയാറിന്. ഒന്നാമത്തെ പതനസ്ഥാനം ഏതാണ്? കൊടുങ്ങല്ലൂർ കായലും. രണ്ടാമത്തെ പതനസ്ഥാനം ഏതാണ്? വേമ്പനാട് കായലുമാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ചിത്രം ക്ലിയർ ആണല്ലോ? തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ആലുവയിൽ എത്തുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. മംഗലംപുഴ മാർത്താണ്ഡം പുഴ, മംഗലംപുഴ കൊടുങ്ങല്ലൂർ കായലിലേക്കും മാർത്താണ്ഡൻ പുഴ വേമ്പനാട് കായലിലേക്കും പോകുന്നു. ക്ലിയർ ആണല്ലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്ലിയർ ആക്കി പോകണം, അല്ലെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കേട്ടോ. ഇനി തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നുമാണ് പെരിയാറിന്റെ ഉത്ഭവം എന്നുണ്ടെങ്കിലും നമ്മുടെ മുല്ലപ്പെരിയാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അഫിഡവിറ്റിൽ പറയുന്നത് പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നുമല്ല, കേരളത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ചൊക്കാമ്പെട്ടി മലയിൽ നിന്നുമാണ് എന്നാണ്. അതായത് ആ കേസിന് വേണ്ടിയിട്ട് കൊടുത്ത അഫിഡവിറ്റ് ആണ് കേട്ടോ. ശരിക്കും യഥാർത്ഥത്തിൽ എവിടെയാണ്? തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. അതിന്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ് എവിടെ നിന്ന് വരുന്നത്? ചൊക്കാമ്പെട്ടി മലയിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഇത് ഒഴുകുന്ന ജില്ലകള് രണ്ട് ജില്ലകളിലൂടെയാണ്, ഇടുക്കി അതുപോലെ തന്നെ എറണാകുളം. ഓക്കെ, അപ്പൊ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്? പെരിയാർ നദി ഒഴുകുന്ന രണ്ട് ജില്ലകൾ ഏതൊക്കെയാണ്? പെരിയാർ നദി ഒഴുകുന്ന രണ്ട് ജില്ലകളാണ് ഇടുക്കി, എറണാകുളം എന്നീ രണ്ട് ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. ദെൻ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പെരിയാറിലാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ഏത് എന്ന് ചോദിച്ചാൽ പെരിയാർ. നമ്മുടെ ഇടുക്കിയും മുല്ലപ്പെരിയാറും ഒക്കെ പെരിയാറിലാണ്. ഇടുക്കിയും മുല്ലപ്പെരിയാറും മാത്രമല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അണക്കെട്ടുകളാണ് ഇടുക്കിയും മുല്ലപ്പെരിയാറും. അതുകൊണ്ട് മാത്രം ഇടുക്കിയും മുല്ലപ്പെരിയാറിനെ ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ കേരളത്തിലെ മൊത്തം അണക്കെട്ടുകളെ കുറിച്ചും പെരിയാറിലെ മൊത്തം അണക്കെട്ടുകളെ കുറിച്ചും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? പെരിയാർ നദിയിലാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് അണക്കെട്ടുകളാണ് ഇടുക്കിയും മുല്ലപ്പെരിയാറും. ഇടുക്കി നമുക്കറിയാം എന്താണ്, കേരളത്തിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ടാണ്, ആർച്ച് ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഈ ഇടുക്കി അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുല്ലപ്പെരിയാർ വിഷയമൊക്കെ. അതിനെക്കുറിച്ച് നമുക്ക് ഡാമുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സുകൾ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ പെരിയാറിന്റെ പോഷക നദിയായ മുല്ലയാറും കൂടിച്ചേരുന്ന ഭാഗത്താണ് കേട്ടോ. അതുകൊണ്ടാണ് അതിന് മുല്ലപ്പെരിയാർ എന്ന പേര് കിട്ടിയിരിക്കുന്നത്. പെരിയാറിന്റെ പോഷക നദിയായ മുല്ലയാറും പെരിയാറും കൂടിച്ചേരുന്ന പോയിന്റിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ഏത് പേര് കിട്ടിയിട്ടുള്ളത്? മുല്ലപ്പെരിയാർ എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും പെരിയാറിലാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ, അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും രണ്ടും എവിടെ തന്നെയാണ്? രണ്ടും പെരിയാറിൽ തന്നെയാണ്. പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മുല്ലയാറ്, മുതിരപ്പുഴയാറ്, പെരിഞ്ചാംകുട്ടിയാറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്, നൊട്ടിയാർ എന്നിവയൊക്കെയാണ് പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് ചോദിച്ചാൽ മുല്ലയാറ്, മുതിരപ്പുഴയാറ്, പെരിഞ്ചാൻകുട്ടിയാറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാർ, ഇടമലയാർ, നൊട്ടിയാർ. ഇതൊക്കെയാണ് പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ
ആനയുടെ ചിത്രം വന്നു. ആന മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? വന്യജീവി സങ്കേതമാണ്. പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം അഥവാ തേക്കടി വന്യജീവി സങ്കേതമാണ്. ഓക്കെ, പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതം, പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതമാണ് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം അഥവാ ഏതാണ്? തേക്കടി വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ പെരിയാറിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം ഏതാണ്? പെരിയാറിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഓക്കെ, പെരിയാറിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് പെരിയാറിന്റെ തീരത്തുള്ള പക്ഷി സങ്കേതം. ദെൻ അതുപോലെ തന്നെ മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈത ആശ്രമം, ദെൻ ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. അപ്പൊ ഞാൻ പെരിയാറ് ഒന്ന് ക്വിക്കായിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്തു തരാം, ഒന്ന് നോക്കിക്കോ. ഓക്കെ, അപ്പൊ പെരിയാറ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. ദെൻ എവിടെ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിച്ച് ആലുവയിൽ എത്തുന്ന സമയത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നു. ഒന്ന് മംഗലം പുഴ എന്നും മറ്റൊന്ന് മാർത്താണ്ഡൻ പുഴ എന്നും അറിയപ്പെടുന്നു. മംഗലം പുഴ നേരെ പോയിട്ട് പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിലും മാർത്താണ്ഡൻ പുഴ നേരെ പോയിട്ട് പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട് കായലിലുമാണ്. ദെൻ ഇത് ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഇത് ഒഴുകുന്നത് എന്ന് ചോദിച്ചാൽ 2 ജില്ലകളിലൂടെയാണ്, ഇടുക്കി, എറണാകുളം. ഇടുക്കി, എറണാകുളം എന്നീ 2 ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? പെരിയാറിലാണ്. ഇടുക്കി അണക്കെട്ടും മുല്ലപ്പെരിയാറും അതിലെ പ്രധാന അണക്കെട്ടുകളാണ്. ദെൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും എവിടെയാണ്? പെരിയാറിലാണ്. പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാറ്, മുതിരപ്പുഴയാറ്, പെരിഞ്ചാൻകുട്ടിയാറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്, നൊട്ടിയാർ എന്നിവയാണ്. ദെൻ അതുപോലെ തന്നെ പെരിയാറിന്റെ തീരത്താണ് നമ്മുടെ തേക്കടി വന്യജീവി സങ്കേതം അഥവാ പെരിയാർ വന്യജീവി സങ്കേതം ഉള്ളത്. അതുപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതം ഉള്ളതും പെരിയാറിന്റെ തീരത്താണ്. ദെൻ മലയാറ്റൂർ പള്ളി, ആലുവ അദ്വൈത ആശ്രമം, ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം, ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണോ? ചിത്രമൊക്കെ വെച്ച് പഠിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പം ക്ലിയർ ആണല്ലോ? പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പെരിയാർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നോക്കാം നമുക്ക് പെരിയാറിനെ കുറിച്ചുള്ളത്. നമുക്കറിയാം കേരളത്തില് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് കേട്ടോ. അപ്പൊ ഏത് നദിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പെരിയാറാണ്. ദെൻ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് ചൂർണി എന്ന പേരിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നദി പെരിയാറാണ്. ഓക്കെ, അപ്പം പെരിയാറിന്റെ ഒരു പ്രാചീന കാല നാമമാണ് ഏതാണ്? ചൂർണി. ഓക്കെ, പെരിയാറിന്റെ പ്രാചീന കാല നാമമാണ് ചൂർണി. അത് ആരാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? കൗടില്യനാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ദെൻ ശങ്കരാചാര്യര് പൂർണ്ണ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് പെരിയാറിനെയാണ്. അപ്പൊ പെരിയാറിന്റെ മറ്റൊരു പ്രാചീന കാല നാമമാണ് പൂർണ്ണ. അപ്പൊ ചൂർണി എന്നതും പൂർണ്ണ എന്നതും രണ്ടും പെരിയാറിന്റെ പ്രാചീന കാല നാമങ്ങളാണ്. ചൂർണി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് കൗടില്യനാണ്. പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ്? ശങ്കരാചാര്യരാണ്. ദെൻ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്, കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? പെരിയാറിനെയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഏതാണ്? പെരിയാറ്. ദെൻ പെരിയാറ് ആലുവ പുഴ എന്നും കാലടി പുഴ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പെരിയാർ അറിയപ്പെടുന്നത് ഏതിനെയാണ്? ആലുവ പുഴ എന്നും കാലടി പുഴ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ദെൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ആർക്കാണ്? പെരിയാറിനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത്. അപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാറ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് ചൂർണി എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്നത് പെരിയാറിനെയാണ്. ശങ്കരാചാര്യര് പൂർണ്ണ എന്ന് വിളിച്ചിട്ടുള്ള നദിയാണ് പെരിയാറ്. ദെൻ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? പെരിയാറിനെയാണ്. ദെൻ ആലുവ പുഴ, കാലടി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഏതിലാണ്? പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഏതിലാണ്? പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത്. ഓക്കെ, ദെൻ ബാക്കിയുള്ള പോയിന്റ്സ് നോക്കാം നമുക്ക്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളും അണക്കെട്ടുകളും ഒക്കെ ഉള്ള പെരിയാറിലാന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള പെരിയാറിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേരിയമംഗലം, ലോവർ പെരിയാർ ഒക്കെയാണ്
പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. ചെറിയ പദ്ധതികളൊക്കെ വേറെയുണ്ട്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് പറയുന്നത്. എന്താണ്? പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേരിയമംഗലം, ലോവർ പെരിയാർ എന്നിവയാണ്. കേരളത്തിന്റെ വ്യവസായങ്ങളുടെ 25% പെരിയാറിന്റെ തീരത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ വ്യവസായങ്ങളുടെ 25%, കേരളത്തിലെ വ്യവസായങ്ങളുടെ 25% എവിടെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്? പെരിയാറിന്റെ തീരത്താണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റൂം ഫോർ പെരിയാർ പദ്ധതി കേട്ടിട്ടുണ്ടോ? റൂം ഫോർ പെരിയാർ പദ്ധതി എന്താണ്? റൂം ഫോർ പെരിയാർ പദ്ധതി നദികളുടെ ആഴം വർദ്ധിപ്പിച്ച് ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ നീക്കി ജലവാഹക ശേഷി വർദ്ധിപ്പിക്കുകയും പ്രളയ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് റൂം ഫോർ പെരിയാർ പദ്ധതി. ഓക്കെ, എന്താണ് റൂം ഫോർ പെരിയാർ പദ്ധതി എന്ന് പറയുന്നത്? നദികളുടെ ആഴം വർദ്ധിപ്പിച്ച് ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ നീക്കി ജലവാഹക ശേഷി വർദ്ധിപ്പിക്കുകയും പ്രളയ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് റൂം ഫോർ പെരിയാർ പദ്ധതി. ഇത് നെതർലാൻഡ്സിൽ നടത്തിയിട്ടുള്ള ഒരു മാതൃകയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, നെതർലാൻഡ്സിൽ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണിത്. അതായത് പെരിയാറിൽ വെള്ളപ്പൊക്കങ്ങൾ ഇനി ഉണ്ടാകാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ. അപ്പൊ റൂം ഫോർ പെരിയാർ മറക്കണ്ട. എന്താണ് റൂം ഫോർ പെരിയാർ? പുതിയ പോയിന്റ് ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നദികളുടെ ആഴം വർദ്ധിപ്പിച്ച് ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ നീക്കി ജലവാഹക ശേഷി വർദ്ധിപ്പിക്കുകയും പ്രളയ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് റൂം ഫോർ പെരിയാർ. ഇത് നെതർലാൻഡ്സിൽ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ്. ഓക്കെ, നെതർലാൻഡ്സിൽ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് റൂം ഫോർ പെരിയാർ എന്നത്. നിങ്ങൾ 99 വെള്ളപ്പൊക്കമൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇല്ലേ? 99 വെള്ളപ്പൊക്കം, പെരിയാറിലെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് AD 1341. പെരിയാറിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് ഏത് വർഷമാണ്? AD 1341. അന്ന് വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം. ഓക്കെ, അന്നത്തെ വെള്ളപ്പൊക്കം മൂലം നശിച്ചിട്ടുണ്ടായിരുന്ന തുറമുഖമാണ് ഏതാണ്? കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. ദെൻ 1924 മലയാള മാസം 1099 ഉണ്ടായ വേറെ വെള്ളപ്പൊക്കം ഉണ്ട്. അതിനെയാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതാണ് ഈ 99 വെള്ളപ്പൊക്കം കേട്ടോ. അപ്പൊ പെരിയാറില് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് AD 1341. അന്ന് കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ചു. അതിന് പകരമായിട്ട് പുതിയൊരു തുറമുഖം നമുക്ക് കിട്ടി, അതാണ് കൊച്ചി. ഓക്കെ, ദെൻ വെള്ളപ്പൊക്കം 1924 വെള്ളപ്പൊക്കം മലയാള മാസം 1099 ഉണ്ടായത് കൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നുണ്ട്? 99 വെള്ളപ്പൊക്കം എന്ന് അത് അറിയപ്പെടുന്നുണ്ട്. പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം പെരിയാറിന്റെ തീരത്താണ്. അതുപോലെ തന്നെ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നതും എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. അപ്പൊ പെരിയാറിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ, ഏതൊക്കെയാണ് പെരിയാറിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്? മുല്ലപ്പെരിയാറ്, ഭൂതത്താൻകെട്ട്, ഇടുക്കി അണക്കെട്ട്, കുണ്ടള ഡാം, ചെറുതോണി, കുളമാവ്, ഇടമലയാറ്, പൊന്മുടി, കല്ലാർകുടി, ലോവർ പെരിയാറ്, മാട്ടുപ്പെട്ടി, ഇരട്ടയാറ്, ചെങ്കുളം, ആനയിറങ്കൽ ഡാം. ഇതൊക്കെയാണ് പെരിയാറിൽ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? പെരിയാറിലാണ്. ഏതൊക്കെയാണ്? മുല്ലപ്പെരിയാർ ഡാം, ഭൂതത്താൻകെട്ട്, ഇടുക്കി, കുണ്ടള, ചെറുതോണി, കുളമാവ്, ഇടമലയാറ്, പൊന്മുടി, കല്ലാർകുടി, ലോവർ പെരിയാറ്, മാട്ടുപ്പെട്ടി, ഇരട്ടയാറ്, ചെങ്കുളം, ആനയിറങ്കൽ എന്നിവയൊക്കെയാണ് പെരിയാറിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ. ചെറിയ ചെറിയ അണക്കെട്ടുകൾ വേറെയുണ്ട്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പെരിയാറിലെ അണക്കെട്ടുകൾ. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഭാരതപ്പുഴയാണ്. ഈ സെഷനിൽ നമുക്ക് ഭാരതപ്പുഴയും കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ, ബാക്കി അടുത്ത ക്ലാസ്സിലായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഭാരതപ്പുഴ എത്രയാണ്? ഭാരതപ്പുഴയുടെ നീളം വരുന്നത്? ഭാരതപ്പുഴയുടെ നീളം വരുന്നത് 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം വരുന്നത്. എവിടെയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം? എവിടെയാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നുമാണ്. ഓക്കെ, എവിടെയാണ്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ പാലക്കാട് ചുരം വഴിയാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? പാലക്കാട് ചുരം വഴിയാണ് ഇത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഒഴുകിയിട്ട്
പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുക ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിന്റെ റൂട്ട്, ഭാരതപ്പുഴ റൂട്ട് ക്ലിയർ ആണല്ലോ? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട് ചുരം വഴി കേരളത്തിലേക്ക് പ്രവേശിച്ച് കേരളത്തിലെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഒഴുകിയിട്ട് ഇത് പൊന്നാനിയിൽ വെച്ചിട്ട് എവിടെ പതിക്കുകയാണ്? അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അറബിക്കടലിൽ പതിക്കുന്ന ആ പ്രദേശത്ത് ഒരു തുറമുഖമുണ്ട്. ഏതാണ് തുറമുഖം? ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന പൊന്നാനിയിൽ അവിടെ ഒരു തുറമുഖമുണ്ട്. അതാണ് പൊന്നാനി മത്സ്യബന്ധന തുറമുഖം. ഓക്കെ, പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്ത് വെച്ചാണ് ഇത് എങ്ങോട്ട് പതിക്കുന്നത്? അറബിക്കടലിലോട്ട് ഇത് പതിക്കുന്നത് കേട്ടോ. ദെൻ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. അല്ലെ, ഇത് ഓർത്തു വെക്കാൻ നമ്മൾ എന്താണ് ഒരു കോഡൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. എന്താണ്? ഗായത്രി എന്ത് കണ്ണാടി നോക്കി തൂക്കവേ കാൽവഴുതി ഭാരതപ്പുഴയിൽ വീണു അല്ലെ. അപ്പൊ ഗായത്രിപ്പുഴ, എന്താണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ദെൻ കാൽവഴുതി, കൽപ്പാത്തിപ്പുഴ. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ പോഷക നദികളാണ്, ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതപ്പുഴയിലാണ്. ഏതാണ് ആ അണക്കെട്ട്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ് ആ അണക്കെട്ട് എന്ന് ചോദിച്ചാൽ മലമ്പുഴ അണക്കെട്ടാണ്. അപ്പൊ പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്നുള്ളത്. ഒരിക്കലുമല്ല, മലമ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ഇടുക്കി എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ടും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടും ഏതെന്ന് പറയാം? അത് നമുക്ക് ഇടുക്കിയെ പറയാം. പക്ഷെ ഏറ്റവും വലിയ അണക്കെട്ട് അത് ഏതാണ്? മലമ്പുഴ അണക്കെട്ടാണ്. ദെൻ നമ്മുടെ മാമാങ്കം ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ദെൻ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ട്. ഈ കിള്ളിക്കുറിശി മംഗലം ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞു കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഏതിന്റെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത് ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കിള്ളിക്കുറിശി മംഗലം എന്നത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങൾ കമന്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഭാരതപ്പുഴയുടെ റൂട്ട് മാപ്പ് ഓക്കെ ആണല്ലോ? ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. നീളം വരുന്നത് 209 കിലോമീറ്റർ ആണ്. ഇത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട് ചുരം വഴി കേരളത്തിലേക്ക് പ്രവേശിച്ച് പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ. ദെൻ ഇത് പതിക്കുന്ന സ്ഥലത്ത് ഒരു തുറമുഖമുണ്ട്. അതാണ് പൊന്നാനി മത്സ്യബന്ധന തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള മലമ്പുഴ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതപ്പുഴയിലാണ്. ദെൻ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ദെൻ അതുപോലെ തന്നെ മാമാങ്കം ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നത് ഏതിന്റെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ തന്നെ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഏതിന്റെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം കേരളത്തിന്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതിനെയാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് നിള, പേരാറ്, പൊന്നാനിപ്പുഴ. ഓക്കെ, നിള, പേരാറ്, പൊന്നാനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന ഭാരതപ്പുഴ തന്നെയാണ്. അതിൽ പേരാറ് എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ പ്രാചീന കാല നാമമാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. അതിൽ ആർക്കും സംശയമൊന്നുമില്ല അല്ലെ? കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. എന്നാൽ കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖയായിട്ട് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖ. ഓക്കെ, കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖയായിട്ട് അറിയപ്പെടുന്നത് ഏതിനെയാണ്? അത് ഭാരതപ്പുഴയാണ് കേട്ടോ. ദെൻ അതുപോലെ തന്നെ പിന്നെ ഓർത്തു വെക്കേണ്ടത് ചിറ്റൂരില് ഭാരതപ്പുഴയെ വിളിക്കുന്ന പേരാണ് ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ചിറ്റൂര് പ്രദേശത്ത്. ഓക്കെ, ചിറ്റൂര് പ്രദേശത്ത് ഭാരതപ്പുഴ അറിയപ്പെടുന്ന ശോകനാശിനി പുഴ എന്നാണ്. ചിറ്റൂരില് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ആരാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയെ കേരളത്തിന്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഭാരതപ്പുഴക്ക് നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖയായിട്ടാണ് ഏത് അറിയപ്പെടുന്നത്? ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. ചിറ്റൂരിൽ ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്നാണ് വിളിക്കുന്നത്. ഭാരതപ്പുഴക്ക് ശോകനാശിനി എന്ന പേര് നൽകിയത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴക്ക് ശോകനാശിനി എന്ന പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ,
ദെൻ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയാണ് നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം. അതായത് നമ്മുടെ തിരുനാവായയാണ് നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമായിട്ട് പറയുന്നത്. ദെൻ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് സമീപം സ്നാനഘട്ടം ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് മിനി പമ്പ പദ്ധതി എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് സമീപം സ്നാനഘട്ടം ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെ മിനി പമ്പ പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ ഭാരതപ്പുഴയിലാണ് നിർമ്മിക്കുന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ദെൻ ഭാരതപ്പുഴയുടെ കഥകൾ എഴുതിയതിനാൽ MT വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നും അതുപോലെ തന്നെ P കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഭാരതപ്പുഴ തീരത്ത് തിരുനാവായയാണ്. ദെൻ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് സമീപം സ്നാനഘട്ടം ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് മിനി പമ്പ പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ ഭാരതപ്പുഴയിലാണ്. ദെൻ ഭാരതപ്പുഴയുടെ കഥകൾ എഴുതിയതിനാൽ MT വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നും അതുപോലെ തന്നെ P കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളെ കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് കേട്ടോ. അത് പറയാൻ വിട്ടതാണ്. കലാമണ്ഡലം എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ PDF നോട്ടും മോക്ക് ടെസ്റ്റും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തോ വാട്സപ്പിലേക്ക് 98 46 24 33 84. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അതിലേക്ക് PDF എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. PDF-ഉം അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you.